നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നു. മധ്യപ്രദേശിലും സർക്കാർ സ്ഥാപനങ്ങളടക്കം ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ്, ഗോവ, ഹരിയാന, അസം, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ത്രിപുര, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് 22-ന് പൂർണ്ണമായോ ഭാഗികമായോ അവധി നൽകിയത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. പ്രതിഷ്ഠാ ദിനമായ 22-ന് എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഉച്ചയ്ക്ക് 2:30 വരെ അവധിയാണ്. സെൻട്രൽ ബാങ്ക് നിയന്ത്രിക്കുന്ന വിപണികൾ ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കോൾ, നോട്ടീസ്, ടേം മണി, മാർക്കറ്റ് റിപ്പോ ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ട്രൈ പാർട്ടി റിപ്പോ ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, കൊമേഴ്സ്യൽ പേപ്പർ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, റിപ്പോ ഇൻ കോർപ്പറേറ്റ് ബോണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, വിദേശ കറൻസി എന്നിവയാണ് സെൻട്രൽ ബാങ്ക് നിയന്ത്രിക്കുന്ന മാർക്കറ്റുകളിൽ ഉൾപ്പെടുന്നത്. ഇതിനിടെ അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ 5-ാം ദിവസവും തുടരും. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ 11 മണിക്ക് തിരുച്ചിറപ്പള്ളി ശ്രീരംഗം ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തും. കമ്പരാമായണ പാരായണത്തിൽ പങ്കുചേരും. 2 മണിക്ക് രാമേശ്വരത്തെത്തുന്ന നരേന്ദ്രമോദി രാമനാഥസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. വൈകിട്ട് വരെ ക്ഷേത്രത്തിൽ തുടരുന്ന അദ്ദേഹം തീർത്ഥം അയോധ്യയിലേക്ക് കൊണ്ടുപോകുമെന്നും റിപ്പോർട്ടുണ്ട്. നാളെ ധനുഷ്കോടിയിലെ കോദണ്ഡരാമ ക്ഷേത്രവും അദ്ദേഹം സന്ദർശിക്കും.